ജറബറ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്കായി നമ്മൾ എൻ്റെ കയ്യിലുള്ള 2-3 ജറബറ പ്ലാന്റ് നൽകുന്നു. അത് എങ്ങനെയാണെന്നല്ലേ? ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിൽ 2 തരത്തിലുള്ള ജറബറ പ്ലാന്റ്സ് ആണുള്ളത്. ഇത് പിങ്ക് കളറാണ്. ഇതിൻ്റെ ഓരോ ചുവട്ടിലെ 2 തൈ വീതമുണ്ട്. കണ്ടില്ലേ? ഇതിലൊക്കെ 2 തൈയുണ്ട്. അടുത്തതിൽ 2 തൈയുണ്ട്. ഓരോ പ്ലാന്റിൽ അതിൻ്റെ ചുവട്ടിലെ വീണ്ടും ഒരു ചെറിയ തൈയും കൂടിയുണ്ട്. ഇതാണ് പിങ്കിൻ്റെ സെയിലിനായി വെച്ചിരിക്കുന്ന തൈകൾ. ഇത് രണ്ടും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് അത്രയ്ക്ക് ഗ്രോത്ത് അല്ല, അതുകൊണ്ട് ഞാൻ നട്ടുവയ്ക്കാമെന്ന് കരുതുന്നു. ജറബറ പ്ലാന്റിന് അത്യാവശ്യം കുറച്ച് വെയിൽ വേണം. എന്നാൽ നല്ല വെയിൽ വേണ്ട, ഷെയ്ഡിനൊക്കെ വെച്ചാൽ മതി. നല്ല പൂക്കളുണ്ടാകും. മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും മിക്സ് ചെയ്ത് നമുക്ക് നട്ടുകൊടുക്കാം. ചെടിയുടെ ചെറിയ ലീഫ് മുകളിൽ ഇരിക്കത്തക്ക രീതിയിൽ വേണം നട്ടുകൊടുക്കേണ്ടത്. ഇത് എങ്ങനെ നടാമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. ചെറിയ ഗ്രോത്ത് കുറവുള്ള 2 തൈകൾ ഞാൻ ഇതിനോടൊപ്പം നട്ടുവെക്കുന്നു. ഇതിൽ ഒരെണ്ണം ചെറിയ ഗ്രോത്ത് കുറവാണ്, മറ്റൊന്ന് വേര് പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് അത് സെയിൽ ചെയ്യാത്തത്. ഞാൻ ഈ ചട്ടിയിൽ തന്നെ അത് നട്ടുവെക്കുന്നത്. ഈ കളറാണ് ഇപ്പോൾ കാണിച്ച ചെടികളെല്ലാം. ഉള്ളിയുടെ തൊലി അഴുകിയതും പഴത്തിൻ്റെ തൊലി അഴുകിയതുമൊക്കെ ഇടയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേഗം പൂക്കൾ ഉണ്ടാകും. അടുത്തത് 2ാമത്തെ കളറാണ്. ഇത് മഞ്ഞയാണ്. ഇതിൽ 3 മൊട്ട് നിൽപ്പുണ്ട്. ഇതാണ് നമ്മൾ ഇനി എടുക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിലും 2 തൈ വീതമുണ്ട്. ഇത് വാങ്ങുന്നവർക്ക് 2 പോട്ടിലായി വയ്ക്കാൻ കഴിയും. യൂട്യൂബ് ചാനൽ വഴി ആദ്യമായിട്ടാണ് ഞാൻ സെയിൽ വീഡിയോ ഇടുന്നത്. ഇത് DTADC വഴിയാണ് ഞാൻ കൊറിയർ ചെയ്യുന്നത്. ആവശ്യമുള്ളവർ ഇതിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ മുകളിൽ കൊടുത്തിരിക്കാം, അതിൽ മെസ്സേജ് ചെയ്യുക. പിങ്ക് 4 തൈകളും യെല്ലോ 3 തൈകളും മാത്രമാണുള്ളത്. ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഇത് നൽകുന്നത്. രണ്ടും കൂടി 200 രൂപയ്ക്കാണ് ഞാൻ നൽകുന്നത്. ഇത് നാടൻ വെറൈറ്റിയാണ്. ഹൈബ്രിഡിന് നല്ല വിലയുണ്ട്. ഇതിനും അത്യാവശ്യം വിലയുണ്ട്. ഞാൻ ഇവിടെ കുറഞ്ഞ വിലയിൽ സെയിൽ ചെയ്യുന്നു എന്ന് മാത്രം. ആവശ്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ബുധനാഴ്ച കൊറിയർ ചെയ്യുന്നതാണ്, നാളെ അവധിയായതുകൊണ്ട്.